രാഘവാ, ഉമേഷേ, ഇവിടെ വന്നാണി. അച്ഛാ, നിങ്ങളെ അമ്മ മരിച്ചതിന് ശേഷേ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാലേ ഒരു വീടിന്റെ കിടവിളക്കാണ്. അത് നിങ്ങളെ അമ്മ ഉള്ളപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോണത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വീട്ടിലൊരു കല്യാണക്കാരും. അച്ഛാ, ഞങ്ങൾ ഈ കാര്യം അച്ഛനോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇനി അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോണത്. അപ്പൊ അതിന് നിങ്ങൾ ആരും ഒരു എതിരും പറയരുത്, മനസ്സിലായ? അച്ഛാ, മാധവേട്ടനോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞത്, ഈ കല്യാണക്കാര്യം. അപ്പൊ രണ്ടാൾക്കും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. അതനുസരിച്ചാൽ മതി. ഏട്ടന് കുറച്ചായിട്ടൊരു കുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്. അപ്പോൾ അത് എങ്ങനെ അച്ഛനോട് പറയുന്നത് അങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛനിത് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഏട്ടൻ്റെ കാര്യം കഴിഞ്ഞിട്ട് വേണം എൻ്റെ കാര്യം കൂടി അച്ഛനോട് സൂചിപ്പിക്കാൻ. ഞാനൊരു കുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. നിങ്ങളെ കല്യാണക്കാരിയാ, എന്റെ രണ്ടാം കെട്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാ മാധവൻ പറഞ്ഞപ്പോഴാണ് എന്റെ തല കയറിയത്. എന്താ അച്ഛൻ പറയണത്? അച്ഛൻ്റെ രണ്ടാം കെട്ടോ? വയസ്സാം കാലത്തെ ലേശം വെള്ളം ചൂടാക്കി തരാൻ എനിക്ക് കൂട്ടിനൊരാള് വേണം. അപ്പൊ ഞങ്ങളെ കേട്ടോ? നിങ്ങളെ കല്യാണത്തിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, എന്റെ കല്യാണത്തിന്റെ കാര്യ. ഓയുടെ ഇരപ്പാളെ